നമസ്കാരം. ഞാൻ നന്ദനംപിള്ള. മൈ എക്സ്പെരിമെൻറ്റ്സ് ഇൻ പോലീസിൻ്റെ 38ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രിയായ ശ്രീ രമേശ് ചെന്നിത്തല. അദ്ദേഹം നേരിട്ട് വിചാരിച്ചാൽ പോലും ഒരു വിജിലൻസ് കേസ് അല്ലെങ്കിൽ ഒരു കേസ് ശരിയായ രീതിയിൽ അന്വേഷിക്കാൻ കഴിയുമോ എന്ന വിഷയമാണ്. ഞാൻ തിരുവനന്തപുരത്ത് ഹാരിസൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്ന സമയത്താണ് എന്നെ പെട്ടെന്ന് എൻ്റെ സേവനം മലപ്പുറത്ത് വേണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അത് സംബന്ധിച്ച് അന്ന് ഇപ്പോഴത്തെ പത്തനംതിട്ട ജില്ലാ CPMൻ്റെ സെക്രട്ടറി ആയിരുന്ന അന്നത്തെ റാന്നി MLA നിയമസഭയിൽ ഇത് ഹാരിസൻ്റെ കേസ് അട്ടിമറിക്കാനാണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞ് ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ളത്. അന്നത്തെ ആഭ്യന്തരമന്ത്രി അതിന് എൻ്റെ സേവനം അവിടെ അടിയന്തരമായി വേണമെന്ന് കണ്ട് ഇങ്ങോട്ട് മാറ്റിയെന്നൊരു മറുപടിയാണ് നിയമസഭയിൽ ലഭ്യമാക്കിയിട്ടുള്ളത്. എന്നാൽ ഈ നിയമസഭയിൽ വിഷയം ഉന്നയിച്ച അദ്ദേഹത്തിൻ്റെ പാർട്ടി പിന്നീട് അധികാരത്തിൽ വന്നപ്പോൾ എൻ്റെ സേവനം പിന്നീട് കാസർഗോട്ടേക്കാണ് മാറ്റിയത്. ഇപ്പോൾ കാസർഗോഡ് ഭരണഭാഗം DYSP ആയിട്ട് ആദ്യം ചുമതലയേറ്റ എന്നെ അവിടുത്തെ പോലീസുകാരുടെ നിയമവിരുദ്ധ പിരിവുകളൊക്കെ നിർത്തിയതിനെ തുടർന്ന് അതവിടെ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അവരുടെ സ്വാധീനത്തിലാണെന്ന് അവരവകാശപ്പെടുന്നു. എന്നെ അവിടുന്ന് നർക്കോട്ടിക് സെൽ DYSP സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുള്ളത്. നർക്കോട്ടിക് സെൽ DYSP സ്ഥാനത്തെത്തിയ ഞാൻ നർക്കോട്ടിക് ആക്ട് സെക്ഷൻ 53 പ്രകാരം ഒരു നോട്ടിഫിക്കേഷൻ നർക്കോട്ടിക് DYSPക്ക് ഇല്ലാത്തതിനാൽ അന്വേഷണ ചുമതല ഏറ്റെടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് കാണിച്ച് കത്ത് കൊടുത്തത് നമ്മുടെ മേലുദ്യോഗസ്ഥർക്ക് പൊതുവെ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. കാരണം നിയമവിരുദ്ധമായ കാര്യങ്ങൾ നിയമവിരുദ്ധമായി ചെയ്യിക്കുന്നതിനാണ് നമ്മുടെ IPS സിസ്റ്റത്തിന് അത്രയും താല്പര്യം. അതിന് നമ്മൾ ശരി അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് അത്ര ഇഷ്ടപ്പെടാറില്ല. അതിൻ്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു. ഞാൻ ആ സമയത്ത് നർക്കോട്ടിക്കിൽ ഇരിക്കുന്ന സമയത്ത് ഈ PWD മാനുവൽ പ്രകാരമൊന്നുമല്ല നമ്മുടെ SPCയുടെ പ്രവർത്തനം തൃപ്തികരമല്ല എന്നും അതിൽ പർച്ചേസുകളൊന്നും ശരിയാവണ്ണം അല്ല നടക്കുന്നതെന്നും കാണിച്ചൊരു കത്ത് ഒരു വിജിലൻസ് അന്വേഷണം സജസ്റ്റ് ചെയ്തും നമ്മൾ പോലീസ് മേധാവിക്ക് ലഭ്യമാക്കിയിരുന്നു. അപ്പോൾ അതോടുകൂടി എന്നെ അവിടുന്ന് മാറ്റി കോഴിക്കോട് വിജിലൻസ് യൂണിറ്റ് DYSP ആയിട്ട് പോസ്റ്റ് ചെയ്തു. അപ്പോൾ ഈ കോഴിക്കോട് വിജിലൻസ് യൂണിറ്റ് DYSP ആയിട്ട് അവിടെ ചെല്ലുന്ന സമയത്ത് കണ്ടത് പരമദയനീയമായ സ്ഥിതിയാണ്. നമ്മുടെ പോലീസ് മാനുവൽ പ്രകാശന ചടങ്ങിൽ പറഞ്ഞിരിക്കുന്നത് നിലവിൽ നമ്മുടെ എൻക്വയറിക്കൊക്കെ 6 മാസവും കേസുകൾ അന്വേഷണത്തിന് 1 വർഷം സമയമാണ് എടുക്കുന്നതെന്ന്. അത് നമ്മളെ വിഡ്ഢികളാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. പുതിയ മാനുവലിൽ അത് എൻക്വയറിക്ക് 3 മാസവും കേസിന് 6 മാസമായിട്ട് ചുരുക്കി എന്നൊക്കെയാണ് നമ്മളെ ധരിപ്പിക്കാനായിട്ട് ഈ സിസ്റ്റം ശ്രമിക്കുന്നത്. കാര്യങ്ങൾ അങ്ങനെയല്ല. ഞാനവിടെ ചാർജ് എടുക്കുന്നത് 16/9/2019 അന്ന് അവിടെ പഴക്കമുള്ള കേസുകൾ 5/2013, അതായത് 6 വർഷം കഴിഞ്ഞ കേസുണ്ട്. 5/2015, അതായത് 4 വർഷം കഴിഞ്ഞ കേസുമുണ്ട്. 4.5 വർഷം കഴിഞ്ഞ കേസ്. ഈ 4.5 വർഷം കഴിഞ്ഞ കേസും ഈ പറയുന്ന 6 വർഷം കഴിഞ്ഞ കേസിലും കാര്യമായ അന്വേഷണമൊന്നും നടത്തിയിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ അത് രാഷ്ട്രീയക്കാർ ഉൾപ്പെട്ട കേസുകളാണെന്ന് മനസ്സിലായി. കാരണം അവിടെ മുമ്പിരുന്നവരൊന്നും തന്നെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പിണിയാടുകളായിട്ട് അവിടെ വന്ന് അവർ പറയുന്ന ജോലികളൊക്കെ ചെയ്ത് തീർത്തു പോകുന്ന ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിരുന്നവരാണ്. ഏതായാലും ഈ പഴയ 2 കേസുകൾ എന്ന നിലയിൽ ഞാൻ കോഴിക്കോട് നഗരസഭ കോർപ്പറേഷൻ്റെ 5/13 കാര്യമായൊരു അന്വേഷണത്തിലേക്ക് എത്തി. സമാന്തരമായിട്ട് തന്നെ വടകര നഗരസഭയായി ബന്ധപ്പെട്ടുള്ള 5/15 അന്വേഷണങ്ങൾ ആരംഭിച്ചു. ഇതിൽ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം ഈ 2 കേസുകളും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് നമ്മുടെ ഈ ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി തന്നെ ആഭ്യന്തര വിജിലൻസ് കൈകാര്യം ചെയ്തിരുന്ന കാലഘട്ടത്തിലാണ്. അതിൽ ഈ 5/15 പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വടകര നഗരസഭയുടെ കോഴിക്കോട് റൂറൽ ആസ്ഥാനം കൂടാണ് നഗരസഭയുടെ കോടിക്കണക്കിന് രൂപ പൊതുഖജനാവിന് നഷ്ടപ്പെട്ട കേരളത്തിൻ്റെ തന്നെ ഏറ്റവും കൂടുതൽ തുക ഉൾപ്പെട്ട
ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് സ്കീമുമായി ബന്ധപ്പെട്ട അഴിമതിയാണ്. അതിൽ ആക്ഷേപം ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ആയതിനാൽ കോൺഗ്രസിൻ്റെയും UDFൻ്റെയും നഗരസഭാ അംഗങ്ങൾ ഈ വിഷയം നഗരസഭയിൽ ചർച്ച ചെയ്യുന്ന സമയത്ത് തന്നെ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും അതുകൊണ്ടുകൂടിയാണ് എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രിക്ക് ആ കേസ് സമയബന്ധിതമായി തീർക്കണമെന്ന് താല്പര്യമുണ്ടായിരുന്നു. ഒന്നും സംഭവിച്ചില്ല. 1 വർഷം കഴിത്തോളത്തിലധികം കാലം ഈ കേസ് ആ സർക്കാരിൻ്റെ സംരക്ഷണയിൽ സേഫായിട്ടിരുന്നു. കാര്യമായ പുരോഗതി ഒന്നും തന്നെ അന്വേഷണത്തിൽ ഉണ്ടായിരുന്നില്ല. 1.5 വർഷത്തോളം ഇരുന്നു. അതിനുശേഷം സർക്കാർ മാറി. അതിനുശേഷം 3.25 വർഷം കഴിഞ്ഞാണ് ഞാൻ ആ സ്ഥാനത്തെത്തുന്നത്. അപ്പോൾ ഈ 6 കൊല്ലം കഴിഞ്ഞ് അവിടെ കേസ് ഇരിക്കുമ്പോഴാണ് നമ്മളിവിടെ പറയുന്നത് ഞങ്ങൾ കേസൊക്കെ 1 വർഷത്തിനകം തീർത്തുകൊണ്ടിരുന്നത്, ഇനി 6 മാസത്തിനകം തീർക്കുമെന്ന്. ഇതാണ് ഇതിനകത്തെ ഏറ്റവും തമാശ എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ചെല്ലുമ്പോഴും ഈ 2 കേസിലും കാര്യമായി ഒന്നും നടന്നിട്ടില്ല എന്ന് കണ്ടു. ഫയലുകളൊക്കെ പരിശോധിച്ചതിൽ അന്നത്തെ ഗവൺമെൻറ്റിന്, അതായത് കേസ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്തെ ഗവൺമെൻറ്റിന് ഇത് സമയബന്ധമായി തീർക്കണം താല്പര്യമുള്ളതായിട്ട്, പ്രത്യേകിച്ച് 5/15 ഉള്ളതായിട്ട് ചില കമ്മ്യൂണിക്കേഷൻസും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്തായാലും ശരി, ഞാനതിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്ത ഉടനെ തന്നെ എനിക്കൊരു നോട്ടീസ് കിട്ടി. ഞാൻ അവിടെ കൂടുതൽ ഇരുന്നില്ല, 2 മാസമേ ഇരുന്നുള്ളൂ. അതായത് 16/9/25 ചാർജ് എടുത്തു. 21/11/25 തന്നെ 2 മാസത്തിനകം തന്നെ അവിടുന്ന് ചാർജ് ഒഴിഞ്ഞ് എൻ്റെ സേവനം മുല്ലപ്പെരിയാറിലേക്ക് മാറ്റിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ കേസ് ഫയലുകളൊക്കെ പരിശോധിച്ചു. അപ്പോൾ ഉന്നത രാഷ്ട്രീയ നേതൃത്വം ഉൾപ്പെട്ടിട്ടുള്ള കേസാണെന്ന് മനസ്സിലായി. അപ്പോൾ കുറേ കത്തുകളും കാര്യങ്ങളൊക്കെ പ്രാഥമികമായിട്ട് കൊടുത്തു കൊടകര റെയിൽവേ കേസിന്. അപ്പോൾ തന്നെ അതിൻ്റെ അപകടം മനസ്സിലായ ആളുകൾക്ക് അവർ പെട്ടെന്ന് തന്നെ ഗവൺമെൻറ്റിനെ സമീപിച്ചു. ഗവൺമെൻറ്റിനെ സമീപിച്ചൊരു പരാതി കൊടുത്തിട്ടുള്ളത് അന്നത്തെ CPMൻ്റെ ഏരിയ സെക്രട്ടറിയായ PK ദിവാകരനാണ്. ഈ കേസിൻ്റെ അന്വേഷണം നിർത്തണമെന്നോ മറ്റും കാണിച്ച് കത്ത് കൊടുക്കുന്നു. കത്ത് കൊടുത്തതിൻ്റെ ആസ്ഥാനത്തേക്ക് 4/11/19 എന്നെ വിജിലൻസ് ആസ്ഥാനത്തേക്ക് വിളിപ്പിക്കുന്നു. നമ്മൾ അന്നത്തെ SP ഇൻ്റലിജൻസിൻ്റെ ചാർജ് അവിടെ ഹോൾഡ് ചെയ്തിരുന്നത്, അല്ലെ വഹിച്ചിരുന്നത് DYSP ആയിരുന്ന ബിജുമോനാണെന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും ബിജുമോനും എൻ്റെ കൂടെ വന്നു. ബിജുമോനും അന്നത്തെ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ KD ബാബു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹവുമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്തു. ചർച്ച ചെയ്യുന്നത് വിഷയം ഈ പറയുന്ന പരാതിയിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഈ കേസ് അട്ടിമറിക്കണമെന്നാണ് ചർച്ചയുടെ രത്നച്ചുരുക്കം. ഇപ്പോൾ ഞാൻ എൻ്റെ സ്റ്റാൻഡ് ഉറപ്പിച്ച് പറഞ്ഞു, ഒരിക്കലും ഞാനിത് അട്ടിമറിക്കത്തില്ലെന്ന് പറഞ്ഞു. ഇത് ചാർജ് ചെയ്യപ്പെടേണ്ട കേസാണ്, ഒരു കാരണവശാലും ഇത് അട്ടിമറിക്കാൻ പറ്റില്ല. കോടികളുടെ 1, 2, 3, 10, 100 കോടി രൂപയുടെ അഴിമതിയല്ല, അതിന് അതിക്രമിച്ചു പോകുന്നൊരു വലിയ അഴിമതിയാണിതെന്നും അതിനാൽ ഈ കേസ് അട്ടിമറിക്കാൻ ഞാൻ കൂട്ടിനിൽക്കത്തില്ലെന്ന് പറഞ്ഞതോടുകൂടി എന്നെ ചർച്ചയിൽ നിന്ന് വിടുതലാക്കി മടങ്ങിപ്പോകാനായിട്ട് നിർദ്ദേശപ്രകാരം ഞാൻ തിരിച്ചു വന്നിട്ടുള്ളതാണ്. ഈ ചർച്ച കഴിഞ്ഞ ആ മാസം തന്നെ 21-ാം തീയതി ഞാൻ ചാർജ് വിട്ട് പോയിട്ടുള്ളതാണ്. പിന്നീട് ഈ കേസ് പൂർണ്ണമായിട്ടും അട്ടിമറിച്ചായിട്ട് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞത് സമയബന്ധമായ അന്വേഷണം തീർക്കണമെന്നൊക്കെ പറയുന്ന ഒരു കേസ് ഈ പറയുന്ന 6 മാസം 1 കൊല്ലമൊക്കെ തീർത്തിരുന്നെങ്കിൽ ഈ കേസ് തീരേണ്ടിയിരുന്നത് 2016 ഇനി 2013 രജിസ്റ്റർ ചെയ്ത മറ്റൊരു കേസ് തീരേണ്ടത് 2014 ഞാനെത്തുന്നത് 2019 ഇപ്പോൾ 2013 കേസ് കോടതിയുടെ ഒരു പരിഗണനയിലാണ്. അതിനാൽ നമ്മൾ അതിൻ്റെ ഒരു പരിധി വിട്ട് സംസാരിക്കുന്നത് ശരിയല്ല. എങ്കിലും 1-2-3 കാര്യങ്ങൾ പറഞ്ഞ് അതും ഇതിനെപ്പറ്റി സൂചിപ്പിക്കാം. കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഒരു മാർക്കറ്റുണ്ട്, പാളയം മാർക്കറ്റ്. ഈ പാളയം മാർക്കറ്റിലൊരു നല്ലൊരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ് നമ്മുടെ PWD മാനുവലിൽ ഏതെങ്കിലും ടെൻഡർ നടപടികൾ ഒന്നും തന്നെ പാലിക്കാതെ നമ്മുടെ CPMൻ്റെ അന്നത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ശ്രീ മോഹനൻ്റെ നിയന്ത്രണത്തിലുള്ള സൊസൈറ്റിക്ക് നിയമവിരുദ്ധമായിട്ട് ആ കെട്ടിടം ലീസിന് കൊടുത്തായിട്ടുള്ള ലേല നടപടികൾ നടത്താതെ കൊടുത്തതുമായി ബന്ധപ്പെട്ടുള്ളതാണ് ആ വിജിലൻസ് അന്വേഷണം. അപ്പോൾ അതിലൊന്നും ചെയ്തില്ല. ഞാൻ എൻ്റെ ഓർമ്മ ശരിയായെങ്കിൽ ഒരു 60-ലധികം ആളുകളുടെ മൊഴിയൊക്കെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് രേഖപ്പെടുത്തി. അതൊരു പ്രോഗ്രസ് സ്റ്റേജിലേക്ക് എത്തി. ഈ പറയുന്ന ജില്ലാ സെക്രട്ടറിക്ക് നോട്ടീസ് കൊടുത്തു.
അദ്ദേഹം ആദ്യ നോട്ടീസിന് ഹാജരായില്ല. എന്നെ ഫോണിൽ ബന്ധപ്പെട്ടു. രണ്ടാമത്തെ നോട്ടീസ് കൊടുത്തപ്പോൾ അദ്ദേഹം ഹാജരായില്ല. എനിക്ക് നോട്ടീസ് ഇങ്ങനെ കിട്ടി, എനിക്ക് മറ്റ് തിരക്കിലാണെന്ന് എന്നെ ഫോണിൽ വിളിച്ചറിയിച്ചു. അപ്പോൾ അവസാനത്തെ നോട്ടീസ് എന്ന അപകടം അവിടെയുണ്ട്. മൂന്നാമത്തെ നോട്ടീസിന് കൊടുക്കാൻ തയ്യാറെടുക്കുന്ന സമയത്ത് തന്നെ എന്നെ ട്രാൻസ്ഫറും ചെയ്തു. പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് സെക്രട്ടറിയെ മാത്രം എന്തോ പ്രതിയാക്കി, ഈ കോഴിക്കോട് കോർപ്പറേഷൻ സെക്രട്ടറിയെ മാത്രം പ്രതിയാക്കി ആ കേസ് അട്ടിമറിച്ചു, വിജിലൻസ് കുറ്റപത്രം കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ കേസുകളൊക്കെ പുനരന്വേഷിക്കേണ്ട കേസുകളാണ്. ഇത് പിന്നെ ഈ ആദ്യം പറഞ്ഞ കേസായാലും ഇപ്പോൾ പറഞ്ഞ കേസുകളൊക്കെ വളരെ കർക്കശമായ അട്ടിമറി, അല്ലെ ഉയർന്ന നിലവാരത്തിലുള്ള അട്ടിമറി നടത്തിയിട്ടുള്ള. മാത്രമല്ല ഈ അട്ടിമറിക്ക് നേതൃത്വം കൊടുത്തിരുന്ന എനിക്ക് മുമ്പിരുന്നവരൊക്കെ പിന്നീടോടെ വന്നവരുമൊക്കെ IPS സ്ഥാനങ്ങളിലും എത്തിയിട്ടുള്ളതാണ്. കേരള പോലീസിലെ IPSൻ്റെ ഒരു പ്രധാന യോഗ്യത, പ്രൊമോഷൻ്റെ ഒരു പ്രധാന യോഗ്യത ഈ നവോത്ഥാന കാലത്തിലെ അട്ടിമറികളുടെ എണ്ണവും, ഞാൻ എൻ്റെ 7ാമത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ പെണ്ണ് കേസുകളുടെ എണ്ണമൊക്കെ നോക്കി അതിൽ ഏറ്റവും കൂടുതലുള്ളവരെയാണ് പരിഗണിച്ചിരുന്നത്. ഈവൻ നമ്മുടെ SPC സ്ഥാനത്തേക്ക് പോലും അങ്ങനെ ചില പരിഗണനയിലുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അവരാണല്ലോ പിന്നീട് ഇവരെയൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ സർവീസിലെ ഏറ്റവും മോശം ട്രാക്ക് റെക്കോർഡ് ഉദ്യോഗസ്ഥരെ പ്രധാന സ്ഥാനങ്ങളിൽ കൊണ്ടുവന്ന് കേസുകൾ അട്ടിമറിക്കുന്ന സംവിധാനത്തെയാണ് നമുക്ക് ചുരുക്കത്തിൽ ഈ നവോത്ഥാന കാലഘട്ടം എന്ന പേരിൽ നമുക്ക് വിളിക്കാൻ പറ്റുന്നത്. അപ്പം CPMൻ്റെ ഒരു ഏരിയ കമ്മിറ്റി സെക്രട്ടറിക്ക് വിജിലൻസിൻ്റെ ഒരു അന്വേഷണ കേസിൽ എന്താണ് റോളെന്നുള്ളത് നമ്മൾ ചർച്ചാ വിധേയമാക്കേണ്ട വിഷയമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പേര് ഞാൻ പറഞ്ഞത്. എന്തായാലും ഈ കോഴിക്കോട് കോർപ്പറേഷനിലെ വിഷയത്തിൽ വിയോജനക്കുറിപ്പ് എഴുതിയ നമ്മുടെ ആളുകൾക്ക് നമ്മൾ ഈ വീഡിയോ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.